ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ അടുത്ത പുതിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കാണ്, നമ്മൾ ഇന്നലെ രാവിലെയാണ് കൊല്ലത്ത് നിന്ന് കയറിയത്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ലൊക്കേഷനായിട്ടുള്ള ഹൈദരാബാദിലാണ്. അപ്പം നമ്മളിവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്, അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ജസ്റ്റ് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ട്രെയിനിൽ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൂടുതലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആളുടെ എണ്ണം കുറവുണ്ട്. കാരണം ഇത്രയും നാൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പിന്നെ 2 പേര് ചേർന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ സോളോ ട്രാവലാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടുതലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഹൈദരാബാദിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് ഇറങ്ങിയിട്ടുള്ളൂ, കണ്ടില്ലേ, ബാഗും എല്ലാം ആക്കിയിട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, വലിയ സ്റ്റേഷനായിരുന്നു. അപ്പം ഇവിടെ ഫസ്റ്റ് ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൈദരാബാദിലാണ്. അപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം 3-4 ദിവസം നമ്മൾ ഇവിടെ കാണും, ഹൈദരാബാദിൽ കാണും. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം കിതയ്ക്കുന്നു. അപ്പോൾ അടുത്ത് ഇനി ഒരുപാട് ദിവസങ്ങൾ ഇനി അങ്ങോട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടം കൊണ്ട് നമുക്ക് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ട്രാവലോ. അണ്ട് അച്ഛൻ നാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഒരു ഹായ് ഓട്. അച്ഛൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. കുറേ നേരമായി വന്നിട്ട്. ഞാൻ അങ്ങ് ഇറങ്ങിയത്, ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയത്. നമ്മളിവിടുന്ന് ഇറങ്ങിയത് ഏതാണ്ട് 2-3 പ്ലാറ്റ്ഫോം അപ്പുറത്താണ് ഇറങ്ങിയത്. പുതിയതായിട്ട് അപ്പുറത്തല്ലേ? പുതിയതായിട്ട് മെയിൻ എൻട്രൻസ് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പം ട്രാഫിക് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ടിയിരുന്ന സിക്കന്ദരാബാദിലായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ അവിടെ തിരക്കും കൂടുതലുണ്ട്. പിന്നെ കുറച്ചുകൂടെ നമ്മളിവിടെ അച്ഛൻ്റെ താമസിക്കുന്ന റൂം ഇവിടുന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ട്രെയിൻ ഭയങ്കര ഡിലേ ആയിരുന്നു അല്ലേ? ഏതാണ്ട് ഒരു 3 മണിക്കൂർ ഡിലേ ആയിരുന്നു. നമ്മൾ എത്തേണ്ടിയിരുന്നത് 12:15 ആ ടൈമിലാണ് എത്തേണ്ടിയിരുന്നത്. ഇത് നല്ല ഡിലേ വന്ന്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ദിവസമായി കയറിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാം. അപ്പോൾ ആദ്യം റൂമിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലെത്തിയതാണ്ട് എൻ്റെ പുറകെ കാണുന്നില്ല, ഇതാണ് റൂം. ഇതിൻ്റെ 3ാമത്തെ ഫ്ലോറിലാണ് നമ്മളെ റൂം. അതായത് അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഹൈദരാബാദ് സിറ്റി അല്ല, സിറ്റിയുടെ മറ്റേ ഔട്ട്സൈഡ് സിറ്റിയാണ്. ഇതിനകത്ത് മൊത്തം ഇതേപോലത്തെ ഉണ്ട്, റെസിഡൻഷ്യൽ ഏരിയയാണ്. അതിൻ്റെ ചുറ്റാകെ കണ്ടോ, വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മളിങ്ങ് വരെയായിരുന്നു. കാരണം ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ റൂമിലെത്തി. അപ്പോൾ റൂമിലൂടെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. കാരണം 2 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് 1.5 ദിവസം ഉണ്ടായിരുന്നു ട്രെയിനിൽ. ഭയങ്കര മുഷിവായിരുന്നു. അപ്പോഴത്തേക്ക് ഇനി ഇവിടെ നമുക്ക് കുളിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നേരെ ചാർമിനാറിലോട്ട് പോകാം. ചാർമിനാറാണ് ഇപ്പോൾ. ഇനിയിപ്പം ഒന്നാമത്തെ കാര്യം ട്രെയിൻ ലേറ്റായി, അതാണ് മെയിൻ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് 12:30 ഇവിടെ വരുന്ന ട്രെയിനായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ സഹായം കൊണ്ട് അത് 3 മണിയാക്കി തന്നിട്ടുണ്ട് അവർ. അപ്പം 3 മണിക്ക് നമ്മളിവിടെ എത്തിയത് കാരണം നമുക്കിനി എങ്ങോട്ട് പോകാനുള്ള ഒരു ഇതില്ല. എന്നുവെച്ചാൽ എല്ലാം കുറച്ച് ഡിസ്റ്റൻസില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ 2-3 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കിടക്കും. അപ്പോൾ ആ രീതിക്കുള്ള ട്രാഫിക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് പോയി ഓഫീസ് വിടുന്ന ടൈമും കൂടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ അടുത്തായിട്ടുള്ളത് ചാർമിനാറാണ് അടുത്തായിട്ടുള്ളത്. നമുക്ക് നേരെ ചാർമിനാറിലോട്ട് പോകാം. അവിടെ അത്യാവശ്യം അടിപൊളി സ്ഥലമൊക്കെയാണ്. പിന്നെ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് പോകാൻ പറ്റിയ ഇനിയിപ്പോൾ ആ ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചാർമിനാറിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഏരിയയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് കാണിച്ചു തരാം. ഈ മൊത്തം ഏരിയ ഒന്ന് കാണിച്ചു തരാം. ചുറ്റാകെ കണ്ടോ, ഫുള്ള് വീടുകളാണ്. ഇവിടുന്ന് ഹൈദരാബാദ് സിറ്റിയിലോട്ട്, മെയിൻ സിറ്റിയിലോട്ട് ഒരുപാട് ദൂരമുണ്ട്. ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം ദൂരമുണ്ട്. കാരണം അത് വലിയൊരു സിറ്റിയല്ലേ. അപ്പോൾ അത് അത്രയും ദൂരമുണ്ട്. ഇത് മൊത്തം റെസിഡൻഷ്യൽ ഏരിയയാണ്. സത്യം പറഞ്ഞാൽ ഇത് മൊത്തം റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ടോ, ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ. അതുകൊണ്ട് അവിടെ ഒരു പാറ ഉണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു പാറ ഇരിക്കുന്നുണ്ട്. ഒരു 3-4 പാറ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ ഫുള്ള് കണ്ടോ, അവിടെ മൊത്തം ആ ഒരു മലയുടെ മുകളിൽ മൊത്തം വീടുകളാണ്. നമുക്കിനി അപ്പോൾ ഇവിടുന്ന് ഫ്രഷായിട്ട് നേരെ ഇറങ്ങാം. ഇവിടെ ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നമില്ല. നമുക്കവിടെ ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ മഴയൊന്നുമില്ല, ഒരു നോർമൽ കണ്ടീഷനാണ്. വെയിലും അധികമൊന്നുമില്ല, ചൂടും വലുതായിട്ടില്ല. രാത്രി അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വലിയ പ്രശ്നമില്ല, ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കണ്ടോ ഇപ്പം ഒരു 4 മണി സമയമായിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെയിലില്ല. ഇപ്പോൾ നമുക്ക് ചെറിയൊരു മഴയുടെ കോളുണ്ടെങ്കിൽ മഴ പെയ്യത്തില്ലെന്നാണ്. 3-4 ദിവസമായിട്ട് ഇതിങ്ങനെ നിൽപ്പുണ്ട്.
അപ്പോൾ നമുക്കിനി നേരെ ചാർമിനാറിലോട്ട് പോകാം. ഒന്ന് ഫ്രഷായിട്ട് നേരെ ചാർമിനാറിലോട്ട് പോകാം. ഇത് ഫ്രഷായി കുട്ടവനായി ഇറങ്ങി. ഇനി നമുക്ക് നേരെ ചാർമിനാർ കാണാൻ പോകാം. വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്തിടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ചാർമിനാർ കാണാൻ പോകാം. ചെറിയൊരു മഴയുടെ കോളുണ്ട്, പക്ഷേ മഴ പെയ്യത്തില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി നോക്കാം. വൈകിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു കാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. കാരണം കൂടുതലൊന്നും ഞാൻ ഇതിനെപ്പറ്റിയൊന്നും നെറ്റിലൊന്നും നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഫ്രഷായിട്ട് പോയി കാണുമ്പോഴല്ലേ അതിൽ കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. നമുക്കപ്പോൾ എന്തായാലും ചാർമിനാറിലോട്ട് പോവാം. 7 കിലോ 100 രൂപ അല്ലേ തക്കാളി? റോഡിൽ തിരക്ക് ഉണ്ടോ? വൈകുന്നേരം ഓഫീസ് വിടുന്ന ഈ ഒരു സമയം ഉണ്ടാകും തോന്നുന്നു ഇത്ര തിരക്ക്. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈദരാബാദിൻ്റെ ഒരു മൂലയിൽ കൂടെയാണ് അല്ലേ സാർ? ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ സിറ്റിയിലോ നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല, വണ്ടിയൊന്നും ഇട്ട് ഭയങ്കര ട്രാഫിക് ആയിരിക്കും അല്ലേ? നമ്മൾ ഈ ബൈക്കോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ടൊക്കെ കൊണ്ടാണ്ട്, ജിപ്സിയൊക്കെ കൊണ്ടാണ്ട്, പഴയ വണ്ടി സ്കൂട്ടി ടൈപ്പാണ് ഏറ്റവും നല്ലത്. ഇവിടെ കൂടുതലും ബൈക്കുകളാണ് കൂടുതലും ഉള്ളത്. കാരണം കാറൊന്നും കൊണ്ട് ഈ വശത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. ഇത് കണ്ടോ സൈഡിൽ ഫുള്ളും കടകളും. പക്ഷേ വൃത്തിയുണ്ട്. നമ്മളിപ്പോൾ വേറെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബിൽഡിങ്ങുകളെല്ലാം ഒരു പഴയ ടച്ച് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം വൈകിട്ടത്തെ മാർക്കറ്റുകളെല്ലാം തുറന്നിട്ടുണ്ട്. ഈ സൈഡുകളിലെല്ലാം മാർക്കറ്റെല്ലാം തുറന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടല്ലോ. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചാർമിനാറിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരിക്കും. മാർക്കറ്റ് ഏരിയയും കൂടെയാണ്. ചാർമിനാർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഏരിയയും കൂടെയാണ്. നമ്മൾ മറ്റേ ഈ ഡൽഹിയിലൊക്കെ പോകുമ്പോഴുള്ള ജുമാ മസ്ജിദൊക്കെ പോലില്ലേ, അതുപോലെയും നമ്മുടെ ഈ കോഴിക്കോടത്ത് തന്നെ മറ്റേ SM സ്ട്രീറ്റൊക്കെ ഇല്ല, അതുപോലത്തെ സ്ട്രീറ്റ് ഏരിയയാണ് ഈ ഒരു ചാർമിനാറിൻ്റെ ഭാഗത്തെന്ന് പറയുന്നത്. കുറച്ച് കഷ്ടിയായിരിക്കും നമ്മൾ അകത്തോട്ടൊക്കെ കയറുന്നതെന്ന് വെച്ചാൽ. ഒന്നാമത്തെ കാര്യം നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം. പിന്നെ അതുകൊണ്ട് വണ്ടി നമുക്ക് എന്തായാലും അകത്തോട്ട് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടിട്ട് നമുക്ക് നടന്ന് കാണാൻ ഉള്ള സൗകര്യം അതായിരിക്കും ഏറ്റവും നല്ലതല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ബ്ലോക്കിൽ പെട്ട് പോകത്തുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ് എന്ന് വെച്ചാൽ മണിക്കൂറുകളൊക്കെ ഇവിടെ ബ്ലോക്ക് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇവിടെ ഫുള്ളും നല്ല ട്രാഫിക് കാര്യങ്ങളും. ഇവിടെ ട്രാഫിക് സിഗ്നലൊന്നും നമ്മൾ ഇതുവരെ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. സിഗ്നലൊക്കെ കുറവല്ല. ഇവിടെ അങ്ങ് സിഗ്നലുകളൊന്നും ഇല്ല. എല്ലാവരും അവരവര് ഇതങ്ങ് നോക്കി ഇങ്ങ് പോവുക. ഓൾഡ് സിറ്റിയാണത്. ഇത് ഓൾഡ് സിറ്റിയാണ്, സെക്കന്ദരാബാദിന്റെ ഓൾഡ് സിറ്റിയാണത്. ആ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് മൊത്തം ഹൈഫൈ ആയിട്ടുള്ള സെറ്റപ്പ്. അത് ഇവിടുന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ആണ്? നമുക്കൊരു 22 കിലോമീറ്റർ വരും സിറ്റി ഏരിയയിലോട്ടോ. ഇതിപ്പോ നമ്മളെല്ലാം പോണ ഇതുപോലെ തന്നെ കൊച്ചു വഴികൾ. ഓൾഡ് സിറ്റിയാണ്, ഓൾഡ് ഹൈദരാബാദ് സിറ്റിയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ചാർമിനാർ ഉള്ളതും ഈ ഡെവലപ്ഡ് സിറ്റിയിലൊന്നും അല്ല, ഈ ഓൾഡ് സിറ്റിയുടെ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു ചാർമിനാറും ഉള്ളത്. നമ്മൾ പോണ റോഡുകളും ഇതുപോലത്തെ ചെറിയ റോഡുകളാണ്, വീതി ഓർന്ന റോഡുകൾ. അതുപോലെ തന്നെ നല്ല ട്രാഫിക്, ഓട്ടോയും പിന്നെ ഇതുപോലെ ബൈക്കുകളാണ് ഏറ്റവും മെയിൻ ഇവിടെ. നമ്മൾ ഈ കാറൊക്കെ കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ, കാറെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ലക്ഷറിയാണ്. നമ്മളവിടെയൊക്കെ മറ്റേ ബെൻസ് കൊണ്ടുപോകണമെന്നാണ് ഇവിടെയൊക്കെ കാർ കൊണ്ടുപോകണത്. വൻ ലക്ഷറി ആണെങ്കിലേ ഉള്ളൂ കാറൊക്കെ ഈ ഒരു ഏരിയയിൽ, ടൗണിലെ കാര്യമല്ല, ഈ ഒരു ഏരിയയിൽ. പിന്നെ ബൈക്ക് ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ അങ്ങനെ ആർക്കൊന്നും ഇല്ല. നേരത്തെ ഒരു കൊച്ചു ചെറുക്കനൊക്കെ ഏതാണ്ട് സ്കൂളിൽ പഠിക്കുന്ന പയ്യനൊക്കെ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ ഇവിടെ മൊത്തം കാണാമായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം ഇതാ കൊച്ചു പയ്യന്മാരെ എന്ന് വെച്ചാൽ ട്യൂഷൻ കഴിഞ്ഞൊക്കെ ബൈക്കിൽ പോകുന്ന ഒരു സെറ്റപ്പിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തങ്ങളി ആരും ഇടിക്കത്തൊന്നുമില്ല. നമ്മളത് മുമ്പ് വീഡിയോസിലും നമ്മൾ അജ്മീറല്ല, നമ്മൾ അമൃത്സറിലൊക്കെ പോയപ്പോഴത്തേക്കും കണ്ടതാണ്. എല്ലാവരും വളച്ചും തിരിച്ചും എല്ലാം പോവുമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുമെങ്കിലും ആരും തമ്മിൽ തട്ടത്തില്ല. തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ നടക്കും. ഇപ്പം നമ്മൾ കുറച്ചൊരു റോഡ് ഏരിയ എത്തിയിട്ടുണ്ട്. കണ്ടോ മേളിൽ ഹൈവേ പോകുന്നുണ്ടോ? മേളിൽ ഹൈവേ പോകുന്നു. സൈഡിലെല്ലാം ഇതുപോലത്തെ മാർക്കറ്റുകളാണ്, ഫുള്ള് മാർക്കറ്റുകളാണ്. നമ്മളിപ്പോൾ ആ ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഏരിയ നമ്മൾ കുറച്ച് പുറത്തോട്ടിറങ്ങി. നമ്മൾ റൂം കുറച്ചങ്ങ് ഉള്ളിലായിരുന്നു. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു റോഡ് ഏരിയയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ ഇവിടെങ്കിലും കണ്ടോ സിഗ്നലൊന്നുമില്ല, ഒരു സിഗ്നൽ പോലും ഇല്ല. എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കി പോവുക. ആദ്യം കയറി പോകുന്ന അവരെത്തും. തട്ടാതെ മുട്ടാതെ ഒക്കെ പോകാന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ ഡ്രൈവിംഗ് അറിയണമെന്ന് വെച്ചാൽ മെയിൻ ഇവിടെ ലൈസൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, തട്ടാതെ മുട്ടാതെ പോകാൻ അറിയുക. വേറെ ആരെയും മുട്ടാതെ ഇരിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ഇവിടെ മെയിൻ കണ്ടൊരു വേറെ സംഭവം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വരയോ കുറയോ കാണും. കാരണം ഒരു തട്ടുമുട്ടും ഇല്ലാതെ ഒരു വണ്ടിയായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. എങ്ങനെയായാലും ഒരു പൊറലോ എന്തായാലും കാണാം. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നമ്മളതായത് ഈ ഗല്ലിയുടെ അകത്ത് ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാനായിട്ട്. അതുകൊണ്ട് ഈ മെയിൻ റോഡും നമ്മൾ റൈറ്റിലോട്ട് നടന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മളെ ചാർമിനാറാണ്. ഇതെല്ലാം സ്ട്രീറ്റ് ഏരിയയും പിന്നെ അതുപോലെ ആ ഭാഗത്ത് ആ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ഷോപ്പിങ്ങിൻ്റെ സ്ഥലങ്ങളും എല്ലാം ആണ്. ഇവിടെ എങ്ങനെ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല, പാർക്കിംഗ് ഒന്നുമില്ല. ഇതേപോലെ ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിലൊക്കെ ഒതുക്കാനേ പറ്റത്തുള്ളൂ. തെലുങ്കാന RTC ഫുള്ള് തിരക്ക്. ഇവിടെ വണ്ടികളുണ്ട്, മൊത്തം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങ് കാണുന്നുണ്ട് അതുകൊണ്ട് ആ കാണുന്നതാണ് ചാർമിനാർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ചുറ്റാതെ ഫുള്ള് ഇതുപോലത്തെ സ്ട്രീറ്റുകളാണ് ഉണ്ട്. ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ ആ സൈഡിലെല്ലാം ലേഡീസിൻ്റെ ഡ്രസ്സുകൾ, കൂടുതലും മുസ്ലിം ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. മുസ്ലിം ഏരിയ അല്ലേ, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഫോണിൻ്റെ കടകൾ ഇതൊക്കെ ഉണ്ടോ,
ബസ്സിലേക്ക് തിരക്കുണ്ടോ, ഫുള്ള് നല്ല തിരക്കാണ്. അവിടെ അങ്ങ് കാണുന്നതാണ് ചാർമിനാർ എന്ന് പറഞ്ഞത്. ഇവിടെ ഫുള്ള് കണ്ടോ ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ തുടങ്ങി. എല്ലാം ബസ്സിൽ കയറാനുള്ള തള്ളു ഇടിയൊക്കെ പർച്ചേസിന് വേണ്ടിയിട്ടുള്ളവരെല്ലാം വരുന്നത് അല്ലേ. ഇവിടെ മൊത്തം കണ്ടോ ഡ്രസ്സിൻ്റെ ഏരിയ മൊത്തം കണ്ടോ, പിള്ളേരുടെ ഡ്രസ്സൊക്കെ കണ്ടോ. എല്ലാത്തിൻ്റെ റേറ്റും ഉണ്ട് 100, 160 ആ ഒരു റേറ്റിലേ ഉള്ളൂ. ചീപ്പായിട്ടുള്ള റേറ്റാണ് സാധനങ്ങൾ മൊത്തം. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുന്ന സെയിം ഒരു സംഭവം തന്നെ. ഡൽഹിയിൽ നമ്മൾ ആ ഒരു മാർക്കറ്റ്, ഈ മറ്റേ തെലുങ്കാനയിൽ വരുമ്പോഴത്തേക്ക് ഈ ഹൈദരാബാദ്, ഈ ഓൾഡ് ഹൈദരാബാദിൻ്റെ ഈ ഏരിയ അതേ ഉള്ളൂ വ്യത്യാസം. സാധനങ്ങളൊക്കെ സെയിം, അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നതൊക്കെ എല്ലാം ഒരുപോലെ തന്നെ, റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. ഇതുണ്ട് ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടം വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടോ ഫുൾ ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ ഏരിയ കണ്ടോ. ഇതൊക്കെ കണ്ടോ, ഡ്രസ്സൊക്കെ കണ്ടോ, എല്ലാം ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഡ്രസ്സുകളാണ്. തിരക്കുണ്ട് മൊത്തം. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നാട്ടുകാരെ വീട്ടിൽ ഇരിക്കും. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കായി. എല്ലാവരും കണ്ടോ, ഈ സൈഡിലായിട്ട് 2 ബോർഡർ ഉണ്ട് കണ്ടോ. ഇവിടെ ആയിട്ടൊരു ബോർഡർ ഉണ്ട്, അവിടെ ഒരു ബോർഡർ ഉണ്ട്. അതിനപ്പുറത്ത് വെച്ചാൽ കച്ചവടം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നടക്കാൻ പോവുകയൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ പയ്യെ കൊണ്ടുവരും. അപ്പോഴത്തേക്കുണ്ട് ഈ പോലീസുകാർ വന്നിട്ട് വീണ്ടും അകത്തോട്ട് തള്ളി കയറ്റി ഇല്ലെങ്കിൽ ഫൈനൊക്കെ കൊടുത്തോളി വരും. അപ്പോൾ പോലീസുകാരെ കാണുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ ഒതുക്കി അകത്തോട്ട്, അല്ലെങ്കിൽ ഇവർ എല്ലാം ഇതെടുത്ത് ഈ റോഡിന് നടുക്കോട്ടായിരിക്കും, നടക്കാൻ ഒരു വഴിയും കാണത്തില്ല. നമ്മളിപ്പോൾ ആ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലെത്തിയണ്ടോ, അതിന് മൊത്തത്തിലുള്ള റിവ്യൂ ഉണ്ടോ. ഇതിലിപ്പോൾ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ചാർമിനാർ കണ്ടോ, ഇതിൻ്റെ തൊട്ട് താഴെ ഫുൾ ഈ ഒരു ഷോപ്പിംഗ് ഇതല്ല കണ്ടോ. ഇതിൻ്റെ ഈ ചാർമിനാറിൻ്റെ തൊട്ട് താഴെ തന്നെ ഇവിടെ കണ്ടോ ഒരു അമ്പലം കണ്ടോ. അകത്ത് വിഗ്രഹം കണ്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അകത്ത്. ഈ തൊട്ട് കണ്ടോ ഈ ചാർമിനാറാണ്. ഈ ചാർമിനാറിൻ്റെ ഒരു പില്ലറിൻ്റെ നേരെ താഴെ ഈ അമ്പലം നിൽക്കുന്നത് കണ്ടോ. ഇതുവഴി നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട് മേളിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല അല്ലേ. 5:30 ക്ലോസ്. 5:30 അടച്ചുണ്ട്. സംഭവം 9 മണി തൊട്ട് രാവിലെ 9 മണി തൊട്ട് 5:30 വരെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇതാണ് ഫുൾ ആ ചാർമിനാറിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം 4 മിനാരങ്ങളാണുള്ളത്. 1571-ലോ 91-ലോ കെട്ടിയ ഒരു മോണുമെൻ്റാണിത്. ഇന്തോ ഇസ്ലാമിക് സ്റ്റൈലിൽ അന്നത്തെ രാജാക്കന്മാർ നിർമ്മിച്ച നിർമ്മിതിയാണ്. ഇതിൻ്റെ ചുറ്റാകെയുള്ള ഈ ഇതെല്ലാം ഇപ്പം റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ഇവിടെ ഒരു എൻട്രൻസ് കവാടം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം അതിൻ്റെ കൂടെ വരുന്ന ഫോട്ടോ. പക്ഷേ അതിൻ്റെ അടിയിലെല്ലാം ഇപ്പോൾ ഇതുപോലത്തെ ഷോപ്പുകളെല്ലാം വന്നു കണ്ടോ. ഇപ്പോൾ ഏതാണ്ട് 433 അടുപ്പിച്ച് വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇതെന്ന് പറയുന്നത്. ഇതിനിപ്പോൾ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, പെയിൻറ്റിംഗ് വർക്കെല്ലാം ഇതിൽ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഇതേ സെയിം ഈ ഒരു ചാർമിനാറാണ് ഈ തെലുങ്കാനയുടെ ലോഗോയിലല്ല, ഇവരുടെ ലോഗോ ഉണ്ടല്ലോ അതിനകത്തല്ല ഈ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ മറ്റേ 2 ആന ഇരിക്കുന്നത് അതുപോലെ തെലുങ്കാനയുടെ ലോഗോയിൽ ഈ ചാർമിനാറാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത്രയും ടൂറിസം ബേസിലും പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി ബേസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ചാർമിനാർ എന്ന് പറയുന്നത്. ഈ സെറ്റിനല്ലേ, ഒരു സെറ്റിന് 100 രൂപ. കമ്മൽ മാത്രം ഇട്ടാൽ അമ്മയ്ക്ക് ഒരെണ്ണം ആയിട്ടുണ്ട് വേണ്ട. ഓക്കെ അല്ലേ, അച്ഛൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. പോലീസ് ചെക്കിങ്ങിന് വരുന്നുണ്ടോ. ചെക്കിങ് ചെയ്യുമ്പോൾ ഇതേപോലെ ഉണ്ടോ ഓരോ ആൾക്കാർ പയ്യെ ഓരോ സാധനങ്ങളുടെ തകത്തോട്ട് കയറ്റും. വഴി കറച്ച് ഇത്രയും നേരം എല്ലാവരും നടുക്കായിരുന്നു. ജീപ്പ് ഇങ്ങനെ പോകുമ്പോഴത്തേ കണ്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ നടുക്ക് നിൽക്കുന്നവരെല്ലാം വഴി കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ എടുത്ത് മാറ്റുന്നത് കണ്ടോ. കാരണം ഈ ബോർഡറിനകത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ ഇവർ വല്ലതും പറയും കണ്ടോ. ഇവരിങ്ങനെ ചെക്ക് ചെയ്ത് പോകുക കണ്ടോ. ഫൈൻ അടിച്ചടിച്ച് പോവുക കണ്ടോ. കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടോ, ഫോട്ടോ എടുക്കുന്നു ഫൈൻ അടിച്ച് വിടുക കണ്ടോ. എല്ലാവരും എടുത്ത് മാറ്റിയുണ്ടോ, എല്ലാവരും സൈഡ് മാറിയുണ്ടോ സാധനങ്ങളെല്ലാം എടുത്ത്. ആറേ മുക്കാലേ ഒന്ന് ഇരുട്ടിയപ്പോഴത്തേക്കുണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടത്. മുകളിൽ നിന്ന് ഇട്ടിട്ട് വരുന്നതേ ഉള്ളൂ. താഴോട്ട് ഇനി ഒന്ന് ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് വരുവാന്ന് തോന്നുന്നു കണ്ടോ. രാത്രി ലൈറ്റ് ഇട്ടപ്പോഴത്തെ അടിപൊളിയല്ലേ. ഈ സൈഡെല്ലാം കണ്ടോ അത്തറും പിന്നെ അതുപോലെ തന്നെ മറ്റേ നിസ്കരിക്കുന്ന മാറ്റും പിന്നെ മറ്റേ സ്മോക്ക് പുകയ്ക്കുന്ന ഓരോ സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ ഏതാണ്ട് ഈ സൈഡ് ഫുള്ള് കണ്ടോ. ഇവിടെ എല്ലാം കണ്ടോ നിസ്കരിക്കുന്ന പായും കണ്ടോ. ഇവിടെ ഇതൊക്കെ കണ്ടോ അത്തർ ഷോപ്പും ഒക്കെ ഈ സൈഡിലുണ്ട്. ലൈറ്റ് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു രസമായി. ഈ മൊത്തം ഇട്ട് വരുന്നുള്ളൂ, ഓരോ ലെവലായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരും. ഫുള്ളാകുമ്പോഴത്തേക്ക് കാട്ടി തരാം. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് തിരക്കാണ് നൈറ്റ്. എല്ലാവരും ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത്, അല്ലാതെ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നവർ ഇതേപോലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ ഷോപ്പിങ്ങിന് വരുന്നവരാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈദരാബാദ് ഈ പേൾസ് ഭയങ്കര ഫേമസ്. അതുപോലെ അതിൻ്റെ ഈ ഷോപ്പുകൾ ഈ സൈഡിൽ കാണുന്ന ഷോപ്പുകളില്ലേ അത് ഫുള്ളും ഈ ജ്വല്ലറിയാണ്.
ഫുള്ള് ജ്വല്ലറി ഷോപ്പുകളാണ്. പേൾസ് ഉണ്ട്, എല്ലായിടത്തും പേളെന്ന് എഴുതിക്കുന്നുണ്ടോ. ഈ ഹൈദരാബാദി പേൾസ് ഭയങ്കര ഫേമസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഓരോ ആൾക്കാരുടെ കയ്യിലുണ്ട്, അത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വരുമ്പം ശ്രദ്ധിക്കണം, അങ്ങനത്തെ സാധനങ്ങൾ പറ്റിക്കപ്പെടരുത്. പിന്നെ പോക്കറ്റ് അടി സൂക്ഷിക്കണം. ഇവിടെ കണ്ട ലൈറ്റ് ഇട്ട് വരുന്നതേ ഉള്ളൂ, ഫുള്ളിട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഇതുണ്ട്, ഇതിൻ്റെ രാത്രിയിലത്തെ ഈ വ്യൂ ഉണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ ഒരുവിധം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ കച്ചവടക്കാരൊക്കെ പോയി, കുറേ പേരൊക്കെ പോയി. ആ ഫ്രണ്ട് ഭാഗത്തേ ഉള്ളൂ ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക്. നമുക്കിവിടെ കയറി ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കും. ഇവിടം വരെ വന്നിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ 20 രൂപ കരിമ്പ് ജ്യൂസ്. അപ്പോൾ അടിച്ച് വെച്ചേക്കും കേട്ടോ, ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് വരിക. കൊള്ളാം, കരിമ്പിന് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, മധുരം കൊള്ളാം. അവർ നേരത്തെ ഇത് ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ആ ഒരു തണുപ്പൊക്കെ ഉണ്ട്, കുറച്ചൊന്ന് ഫ്രഷായി. ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചിരിക്കുകയല്ലായിരുന്നു, ഇത് കുടിച്ചപ്പോൾ ഇത്തിരി ഒന്ന് റിഫ്രഷിങ് ആയി. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം, കാരണം ഇരുട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പോയി ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്കിതിന് തിരിച്ച് റൂമിൽ പോകാം. കാരണം ഇപ്പം 7 മണിയായല്ലേ, 7 മണി. അതുകൊണ്ട് പിന്നെ ആ ഒരു ചർമ്മയിലേക്ക് ഉണ്ടോ, അതുകൊണ്ട് അവിടെ ഒരു ക്ലോക്ക് ഇരിപ്പുണ്ട്, അതിനെ നടുക്കുണ്ട്. ശ്രദ്ധിച്ചറിയാം, ഈ ഞാൻ കൈ വിരൽ ചൂണ്ടുന്നുണ്ടോ, ആ ഭാഗത്തൊരു ക്ലോക്കുണ്ട്. അതിനകത്തൊരു 6:30 ആയപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഇട്ടു. അപ്പോൾ ലൈറ്റൊക്കെ കാണണമെന്നുള്ളൊരു 6 ആ ടൈമിൽ വന്നാലും ലൈറ്റ് കാണാൻ പറ്റത്തുള്ളൂ. കുറച്ച് അത്യാവശ്യം നല്ലോണം ഇരുട്ടിട്ട് അവർ ലൈറ്റ് ഇടുന്നത്. ഇവിടെ വന്നിട്ട് സുവനീർ വാങ്ങാൻ പോയിരുന്നു. കിത്തനായ 60 റുപ്പീസ്. ഇത് കൊള്ളാമല്ലേ? ആ, സുവനീറാ. ഇത് കൊള്ളാമല്ലേ? ഈ ഓൾ ഇത് നൈസായിട്ട്. ഇത് വേണം, ഇത് വേണം, ഇത് കുറച്ചുകൂടെ കൊള്ളാം. ഇത് കണ്ടു, ഇത് മറ്റേ കീയൊക്കെ തൂക്കിയിടുന്ന സാധനങ്ങൾ. താണ്ട കീ ചെയിനൊക്കെ ഉണ്ടോ? കീ ചെയിൻ നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങാം, സുവനീർ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാം. ഏതാ നല്ലത്? ഇത് വാങ്ങാം അല്ലേ? ഐ ലവ് ഹൈദരാബാദ്, ഇത് വാങ്ങാം നമുക്ക്. എന്തായാലും ഇവിടെ വന്നൊരു ഓർമ്മയ്ക്ക് ഈ ഒരു സുവനീർ നിൽക്കട്ടെ. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി അല്ല, ഹൈദരാബാദി ബിരിയാണിക്ക് ഇവിടെ ഔട്ടായി തുടങ്ങിയല്ലേ. ഹൈദരാബാദി ബിരിയാണി നമുക്ക് നോക്കാം. ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ മന്തി നോക്കി നേരെ പോവുക. മന്തി കിട്ടിയാൽ നമ്മൾ മന്തി കഴിക്കും. ഹൈദരാബാദി സ്പെഷ്യൽ മന്തിയാണ്. മന്തി കിട്ടിയാൽ മന്തി കഴിക്കും. പിന്നെ ബിരിയാണി ട്രൈ ചെയ്യാൻ സമയമുണ്ടല്ലോ, നാളെ മറ്റന്നാളൊക്കെ സമയമുണ്ട്. നമ്മൾ എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ട്, എല്ലാം പയ്യെ കണ്ടു തീർത്തിട്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഒന്നീ ഹൈദരാബാദി ബിരിയാണി അല്ലെങ്കിൽ മന്തി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഷോപ്പിലോട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇനി ഈ സ്ട്രീറ്റിൽ നിന്ന് മൊത്തം നമ്മൾ ഈ വന്ന വഴിയെല്ലാം തിരിച്ചിറങ്ങണം ആദ്യം. പിന്നെ ഇനിയിപ്പം ട്രാഫിക്കും കൂടുതലായിരിക്കും അല്ലേ വൈകിട്ട്. എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകണവരായിരിക്കും. നമുക്ക് എന്തായാലും പുറത്തിറങ്ങാം ഈ തിരക്കിൽ നിന്ന്. ഹൈദരാബാദി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സിഗ്നൽ അല്ലേ? ഇത്രയും നേരം ഒരു സിഗ്നലിൽ നമ്മൾ കയറിയിട്ടില്ല, ഒരു സിഗ്നൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒന്നും കണ്ടില്ല, ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ ബസ്സാ രാത്രിയായപ്പോൾ കണ്ടോ ഭയങ്കര തിരക്കായി. അതേ കണക്ക് തന്നെ ഹൈദരാബാദില്ലേ, നമ്മൾ അന്ന് ഡൽഹി പോയപ്പോൾ ഉള്ള ആ ഒരു സെയിം ഇത് ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന വിട്ട്. കാരണം അത് ഡസ്റ്റിന്റെ പൊടിയുടെ അല്ലേ, ഭയങ്കര പൊടിയുടെ. എന്ന് വെച്ചാൽ മാസ്ക് ഇട്ട് ഇറങ്ങുന്നതായിരിക്കും, പുറത്തിറങ്ങുന്നെങ്കിൽ മാസ്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അല്ലെങ്കിൽ പനി ഇതൊക്കെ പെട്ടെന്ന് പിടിപെടും. ഇപ്പം നമ്മൾ വണ്ടിക്കകത്ത് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല, AC ഇട്ട് നമ്മൾ ഗ്ലാസ് അടച്ചേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പൊടി. പക്ഷെ പുറത്തുണ്ടല്ലോ ആ ഒരു ചെറിയൊരു മങ്ങലുണ്ട് പുറത്ത്. അത് വീഡിയോയിലൊന്നും അത്രയും കാണത്തില്ല, പക്ഷെ എന്നാലും ഒരു പുറത്തിറങ്ങുമ്പോൾ ആ ഒരു പൊടിയുടെ ഒരു ഫീലും ഉണ്ട്, ഒരു ചെറിയൊരു സ്മെല്ല് പോലെ അതിനകത്ത് വരുന്നുണ്ട്. കണ്ടോ രാത്രിയപ്പോൾ ഭയങ്കര തിരക്ക്. ഈ ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകണവരും ഓക്കെ, കൂടുതലും ബൈക്കുകളൊക്കെ ഇങ്ങനെ ഇടന്ന് തിരിഞ്ഞും മറിഞ്ഞും കയറി അങ്ങ് പോവുക. ഗൈസ്, അപ്പോൾ നമ്മൾ ചാർമിനാറിൽ നിന്ന് അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന്. നമ്മളങ്ങനെ ഹൈദരാബാദി വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഹൈദരാബാദി ടേസ്റ്റിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഹൈദരാബാദി സ്പെഷ്യൽ മന്തിയാണ്. നമ്മളിപ്പോൾ മന്തി ഷോപ്പിന് ഫ്രണ്ടിലാണ്. ആ ഷോപ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം അവിടെ ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒരു ഹൈദരാബാദി ടേസ്റ്റുള്ള ഒരു ഫുഡ് കഴിക്കാം. പക്ഷേ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ആ ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഈ കാണുന്നതാണ് ഷോപ്പ്, അറേബ്യൻ വില്ലേജ് ദാർ അൽ മന്തി
കേട്ടോ, അകത്തൊക്കെ ഉണ്ട്. ഇനി അകത്ത് കയറുമ്പോഴുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. പുറത്തുനിന്ന് തന്നെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഹൈദരാബാദി ഫുഡെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത്, ഭയങ്കര ഫേമസുമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട്, എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് നോക്കാം. ഉള്ളത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നല്ലത് നോക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു മന്തി ഷോപ്പാണ് കേട്ടോ, അറേബ്യൻ വില്ലേജ് ദാർ അൽ മന്തി കണ്ടോ. നമുക്കിതിനകത്തോട്ട് കയറാം. ഇതിനകത്തുള്ള ആംബിയൻസ് അടിപൊളിയാണ്. ഇവിടെ കണ്ടോ, നമുക്ക് നിലത്തിരുന്ന് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഇതിനകത്തുണ്ടാവും. ഇതിൻ്റെ മേളിലൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് എന്തായാലും ഇവിടെ എന്തോ സ്പെഷ്യൽ ഉള്ളത് നോക്കാം. ഇവിടെ അറേബ്യൻ കുനാഫയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് और हमारे पास मिनी सान है, उसमें मटन आता, मच्छी आता, चिकन आता. इसका डबल एक स्पेशल सान है, उसमें फार्म आता, भुनी हुई कबाब रहता है. मिक्स की बात करो आपको. एक मच्छी आता, 3 मटन आते. मच्छी मतलब नहीं बगैर काटे बोलने से हमारे पास है. बासा मच्छी बोलते हैं, इतनी लंबी रहती. और फार्म रहता, मटन आता, मच्छी आता, चिकन आता. നമ്മൾ ഈ പ്ലേറ്റർ കണക്കത്തെ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റർ ടൈപ്പ് हाँ प्लेटर टाइप है. പ്ലേറ്റർ ടൈപ്പ് तो स्पेशल वो 5 मेंबर का है. अरे बाप रे, हम दो ही हम दो है. 2 के लिए मिनी साल ले लो ना. मिनी मिनी साल हाँ ले लो. उसमें तो मटन आते, मच्छी आते, चिकन आते. चिकन आता है. 3 लोग का रहता है, 2 लोग खा सकते हैं. ओके. अच्छा रहता है. राइस इंक्लूड रहता है. हाँ मैगी चटनी आपको पूरा इंक्लूड रहता वो मंदी वाले है क्या? है. मंदी बिरयानी ओनली हमारे पास मंदी है. अरबियन डबल मंदी ओनली मंदी सेक्शन नो बिरयानी. നമുക്ക് ആദ്യം തന്നെ സൂപ്പ് കൊണ്ടുവന്നു. നമ്മൾ എന്തുവായിരുന്നു വെച്ചാൽ ഓർഡർ ചെയ്തത്, നമ്മൾ പ്ലേറ്റർ കണക്കത്തെ ഒരു സാധനം അല്ലേ. ഫിഷ് മട്ടൻ പിന്നെ അതുപോലെ തന്നെ 1-2 സാധനങ്ങൾ, പിന്നെ മന്തിയുടെ റൈസ്. പ്ലേറ്റർ പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം അവർ കണ്ട സൂപ്പ് കൊണ്ടുവന്നു. എന്ത് സൂപ്പ് കണ്ടു? വെജാണ് ചിക്കനാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ സൂപ്പ് അല്ലേ, അടിപൊളി മട്ടൻ സൂപ്പ്. ഇപ്പോൾ നമ്മളെ ഫുഡ് വന്ന് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മന്തി ആണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് ഒരു മിക്സഡ് ആയിട്ടുള്ള മന്തിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫിഷ് മറ്റേ ബ്രോസ്റ്റ് പോലെ ചെയ്തത്. പിന്നെ ഇത് മട്ടനാണ്, 2 പീസ് മട്ടൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒരു പീസ്, പിന്നെ റൈസ്. ഇത് 2 പേർക്കുള്ള ഒരു പ്ലേറ്റർ ടൈപ്പ് ഒരു മന്തി സാധനമാണ്. മന്തിയുടെ റൈസും പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാത്തിനുള്ള പീസുകൾ, ചിക്കൻ പീസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്ലേറ്റാണ്. അവർ ഡെക്കറേറ്റ് ചെയ്തുള്ള അടിപൊളിയായിട്ട് കൊണ്ടുവച്ചേക്കുന്നുണ്ട്. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. ഇത് 2 പേരെ കൊണ്ട് എന്തായാലും തീരത്തില്ല അല്ലേ. ഇത് 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് തുടങ്ങാം. റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് എങ്ങനെയുണ്ട്? റൈസ് ഒരു നോർമൽ ടേസ്റ്റ്. ഇപ്പോൾ നമ്മളവിടുത്തെ മന്തിയുടെ ആ ഒരു ടേസ്റ്റ് റൈസിന് അങ്ങനെ വലിയ ടേസ്റ്റ് ഇല്ല. അത് ബ്രോസ്റ്റഡ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫിഷ് ബ്രോസ്റ്റ് ചെയ്തതാണ്. ബോൺലെസ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ പീസൊക്കെ ഉണ്ടോ? ഏതാ ഭാഷ അങ്ങനെ എന്തോ പറഞ്ഞത്. ഇതുണ്ടോ ഫിഷ് ബ്രോസ്റ്റ് ചെയ്താൽ ബോൺലെസ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഇതുള്ള ഫിഷിൻ്റെ ഈ ഒരു സാധനമാണ്. മട്ടൺ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൺ കണ്ടോ, ആ ഒരു നെയ്യും കണ്ടോ, കറക്റ്റ് ഭയങ്കരമായിട്ട് കുക്ക്ഡ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൺ അടിപൊളിയായിരുന്നു. ചിക്കൻ്റെ പീസുകൾ, ചിക്കനൊക്കെ ഉണ്ട്. മയണൈസ് മിക്ക ഈ മൊത്തത്തിലും ഏറ്റവും അടിപൊളി ഈ ഫിഷാണ്. ഈ ബ്രോസ്റ്റ് ചെയ്ത ഈ ഒരു ഫിഷ് അടിപൊളിയാണ്. കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിലും ഇതിനുണ്ട്. ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടോ, ഉണ്ടോ എൻ്റെ ഇളകി എടുക്കുന്നുണ്ടോ, വേണ്ട ഫിഷിൻ്റെ പീസ് ഉണ്ടോ ഇതിൽ ഉണ്ടോ. ഇത് ഈ മന്തിയുടെ ഈ റൈസ് ഇങ്ങനെ ആക്കി ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വന്നത്. ഈ റൈസിന് വലിയ ടേസ്റ്റൊന്നുമില്ല, ജസ്റ്റ് ഫ്ലേവേഡ് ആയിട്ടുള്ള റൈസ് നല്ലത്. ഈ ഫിഷും ബാക്കി സാധനങ്ങളെല്ലാം അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. വേണ്ട, ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. ഇനി നമുക്ക് നേരെ റൂമിൽ പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ബാക്കിന് തോട്ട പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി നേരെ റൂമിലോട്ട് പോവാം.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തിയാണ് വണ്ടി കയറ്റിയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലെത്തി. ഫുഡൊക്കെ ഒന്ന് വയറൊക്കെ നിറഞ്ഞ് ഹെവി ഫുഡായിരുന്നു. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ 3-4 സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഇനി പ്ലാൻ ചെയ്യാനുണ്ട്. ഇതുവരെ തീരുമാനിച്ചില്ല എവിടെയാണെന്നുള്ളതൊന്നും. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ നാളായി ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ എല്ലാ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി ഹൈദരാബാദിലെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഇനിയും നമ്മൾ 3-4 സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.